ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് കഴിഞ്ഞ ഭാഗങ്ങളിലായിട്ട് യൂണിറ്റ്സ്, ഡയമെൻഷൻസ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന 3 പാർട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്തു. അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. നമ്മൾ ഈ ഭാഗത്തുള്ളത് എറർ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഭാഗം നമ്മൾ പഠിക്കാനായിട്ട് ആദ്യം നമ്മൾ 3 ടേമുകൾ പരിചയപ്പെടുന്നു. അതിൽ എറർ 1, ആക്യുറസി 2, 3 പ്രിസിഷൻ. എന്താണ് എറർ എന്ന് പറയുന്നത്? ഒരു പേന, ആ പേനയുടെ ഒരു നീളം, ആ പേനയുടെ നീളം നമ്മൾ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യും. അങ്ങനെ ആ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുമ്പോൾ 3 പേര് മെഷർ ചെയ്യുമ്പോൾ 3 രീതിയിലായിരിക്കും മെഷർമെന്റ്സ് കിട്ടുന്നത്. ഒരു പക്ഷേ ഈ പേനയുടെ കറക്റ്റ് ആയിട്ടുള്ള നീളം 13.2 സെന്റിമീറ്റർ ആണെന്നിരിക്കണം. എന്നാൽ ഇത് 2 or 3 പേർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 3 ഡിഫറൻ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് കിട്ടും. ഒരാൾ മെഷർ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ 13.3 ആയിരിക്കാം, ഒരാൾ മെഷർ ചെയ്യുന്നത് 13.1 ആയിരിക്കാം, ഒരാൾ മെഷർ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് 13.4 ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ 13 എന്ന് പറയുന്ന ആ നീളം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന ദശാംശ സ്ഥാനം കഴിഞ്ഞുള്ള സംഖ്യയിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഒരു മെഷർമെന്റ് എടുക്കുമ്പോൾ അത് ആരെടുത്താലും there will be an uncertainty, ഒരു അനിശ്ചിതത്വം കാണും. അതായത് ഒരു പർട്ടിക്കുലർ പാർട്ട്, ദശാംശം കഴിഞ്ഞിട്ടുള്ള പാർട്ട്, ഈ പാർട്ട് ശരിക്കും പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് എന്നാണ് നമ്മൾ ഉടനെ തന്നെ ചിന്തിക്കും. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്കെയിൽ കൊണ്ട്, മീറ്റർ സ്കെയിൽ കൊണ്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്കെയിൽ മീറ്റർ സ്കെയിലാണ്. ആ മീറ്റർ സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ് എന്ന് പറയുന്നത് 0.1 സെന്റിമീറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 0.1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ദശാംശ സ്ഥാനം ഉണ്ട്, അല്ലെങ്കിൽ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെയാണ് ഒരു അൺസർട്ടനിറ്റി വരുന്നത്. ഈ അൺസർട്ടനിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് എറർ എന്ന് പറയുന്നത്. അത് എവിടെ മെഷർമെന്റ് ചെയ്ത് കഴിഞ്ഞാലും, ആര് മെഷർമെന്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ യഥാർത്ഥ വിലയിൽ നിന്ന്, യഥാർത്ഥ വിലയെ നമുക്ക് ട്രൂ വാല്യൂ എന്ന് പറയാം. ട്രൂ വാല്യൂ. അതുപോലെ തന്നെ നമ്മൾ മെഷർ ചെയ്യുന്നതിനെ നമുക്ക് മെഷേർഡ് വാല്യൂ എന്ന് പറയാം. മെഷേർഡ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിൽ എന്തുകൊണ്ടായിരിക്കും? ഓൾവേസ് ദർ വിൽ ബി എ ഡിഫറൻസ്. ആ ഡിഫറൻസിനെ അല്ലെങ്കിൽ ആ അൺസർട്ടനിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എറർ എന്ന് പറയുന്നത്. അപ്പൊ എറർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറർ ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ, അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എറർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എറർ എന്ന് പറയുന്നതിന് നമുക്കൊരു ഡെഫിനിഷൻ ഇങ്ങനെ പറയാം: there is always an uncertainty in the measured value of a physical quantity. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷേർഡ് വാല്യൂവിനകത്ത് always there will be an uncertainty, and this uncertainty is called error. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് it is calculated as the difference in true value and measured value. ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 3.3 മെഷേർഡ് വാല്യൂ ആണ്, ശരിക്കുള്ള വാല്യൂ 3.1. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 0.2 എന്ന് പറയുന്നതാണ് എന്ത്? എറർ എന്ന് പറയുന്നത്. അപ്പോൾ എററിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഫറൻസ് ഓഫ് മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. നമ്മൾ അടുത്തത് ആക്യുറസി എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ നോക്കുന്നത്. ആക്യുറസി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3.1 അല്ല 13.1 നീളമുള്ള ഒരു പേന, ആ പേനയുടെ മെഷർമെന്റ് നമ്മൾ എടുക്കും. ആ മെഷർമെന്റ് 4 ഡിഫറൻ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ആണ്. 4 പേരെ കൊണ്ട് നമ്മൾ എടുപ്പിച്ചിരിക്കുന്നു. അതിലൊരാൾ കാൽക്കുലേറ്റ് ചെയ്ത് 13.5 ആണ്, ഒന്ന് 13.2 ആണ്, ഒന്ന് 13.4 ആണ്, ഒന്ന് 13.6. അപ്പൊ ഈ എല്ലാ മെഷർമെന്റ്സിലും എന്തോ ഉണ്ട്? എറർ ഉണ്ട്. എല്ലാ മെഷർമെന്റുകളിലും എറർ ഉണ്ട്, തെറ്റുണ്ട്, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ട്. എന്നാൽ ഇതിനകത്തെ ഒരു മെഷർമെന്റ്, അതായത് 13.2 എന്ന് പറയുന്ന ഈ മെഷർമെന്റ് 13.1 എന്ന് പറയുന്ന ഈ ട്രൂ വാല്യൂവിനോട് വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇതാണ്: 13.2 എന്ന് പറയുന്ന മെഷർമെന്റ് അത് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. ആക്യുറസി കൂടുതലാണ് ആ വാല്യൂവിന്, ആ മെഷേർഡ് വാല്യൂവിന് ആക്യുറസി കൂടുതലാണ്. മറ്റുള്ള മെഷർമെന്റുകളെ അപേക്ഷിച്ച് ഈ മെഷർമെന്റിന്റെ ആക്യുറസി കൂടുതലാണ് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത്
ട്രൂ വാല്യൂവിനോട് എത്ര ക്ലോസ് ആയിട്ട് എത്ര അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരളവാണ്. അപ്പം ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ട്രൂ വാല്യൂവിനോട് മെഷേർഡ് വാല്യൂ എത്ര ക്ലോസ് ആയിരിക്കുന്നു, എത്ര അടുത്തായിട്ട് നിൽക്കുന്നു. നമ്മൾ ഇതിന്റെ എറർ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ എറർ എന്ന് പറയുന്നത് 13.5 13.1, ദാറ്റ് ഈസ് 0.4 ആണ് അവിടുത്തെ എറർ. ഇത് തമ്മിലുള്ള എറർ എന്ന് പറയുന്നത് 0.1 ആണ്. ഇത് തമ്മിലുള്ള എറർ എന്ന് പറയുന്നത് 0.3 ആണ്. ഇത് തമ്മിലുള്ള എറർ എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പൊ ഇതിനകത്ത് എറർ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് എന്ത്? ആക്യുറസി കൂടിയ വാല്യൂ. അപ്പൊ എററായിട്ട് തന്നെ ആക്ച്വലി ആക്യുറസി ഈസ് മെഷർഡ് ആസ് ദ ഡിഫറൻസ് ഓഫ് ട്രൂ വാല്യൂ ആൻഡ് മെഷർഡ് വാല്യൂ ഇറ്റ്സെൽഫ്. എറർ തന്നെയാണ് ആക്യുറസി എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് ഏറ്റവും കുറവ് എറർ ഏതിനാണ്? ഏത് മെഷർഡ് വാല്യൂവിനാണോ ആ മെഷർഡ് വാല്യൂ ആയിരിക്കും ആക്യുറേറ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു അളവാണ്, അതൊരു മെഷറാണ്. അതെന്ത് ചെയ്യുന്നത്? എത്ര ക്ലോസ് ആണ് ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂവിനോട് എന്ന് കാണിക്കുന്നു. ഇവിടെ 0.4 ക്ലോസ് ആണ് ഈ വാല്യൂ. ഇവിടെ 0.1 ആണ് ക്ലോസ്, 0.3 ക്ലോസ്, കണ്ടോ 0.5 ക്ലോസ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ എറർ ഉള്ളത്, ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതാണ്? 13.2 എന്ന് പറയുന്ന മെഷർമെന്റ് ആണ്. അപ്പൊ എന്താണ് ആക്യുറസി എന്ന് പറയുന്നത്? ആക്യുറസി എന്ന് പറയുന്നത് ട്രൂ വാല്യൂവിനോട് മെഷേർഡ് വാല്യൂ എത്ര ക്ലോസ്, എത്ര അടുത്ത് നിൽക്കുന്നു എന്ന് കാണിക്കുന്നു. അതെങ്ങനെ മെഷർ ചെയ്യുന്നത്? അത് എറർ മെഷർ ചെയ്യുന്നത് പോലെ തന്നെയാണ് മെഷർ ചെയ്യുന്നത്. പക്ഷേ എറർ ഏറ്റവും കുറഞ്ഞ മെഷർമെന്റ് ആയിരിക്കും എന്ത്? ആക്യുറസി കൂടിയ മെഷർമെന്റ് എന്ന് പറയുന്നത്. എറർ ഏറ്റവും കുറഞ്ഞ മെഷർമെന്റ്, ആക്യുറസി കൂടിയ മെഷർമെന്റ്. അപ്പോൾ ആക്യുറസിയെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ്സ് എ മെഷർ, അതൊരു അളവാണ്. ഷോയിങ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ. മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂവിനോട് എത്ര ക്ലോസ് ആണ്, എത്ര അടുത്താണ് എന്ന് കാണിക്കുന്ന ഒരു മെഷർ, ഒരു അളവാണ് എന്ത്? ആക്യുറസി എന്ന് പറയുന്നത്. ഇത് ഈസ് ഈക്വൽ ടു എറർ ഇറ്റ്സെൽഫ്. അത് എററിന് ഈക്വൽ ആണ്. എറർ പോലെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് മെഷർമെന്റ്സ്, ഒരു സെറ്റ് മെഷർമെന്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആക്യുറസി വിൽ ബി മോർ ഫോർ എ മെഷർമെന്റ് വിത്ത് ലീസ്റ്റ് എറർ. ഏറ്റവും കുറഞ്ഞ എററുള്ള ഒരു മെഷർമെന്റിനായിരിക്കും ഏറ്റവും കൂടുതൽ ആക്യുറസി ഉള്ളത്. എറർ കുറയുന്നതിനനുസരിച്ച് ആക്യുറസി എന്ത് ചെയ്യുന്നു? കുറയുന്നു, കൂടുന്നു. എറർ കുറയുന്നതിനനുസരിച്ച് ആക്യുറസി കൂടുന്നു. അടുത്ത് നമ്മൾ നോക്കുന്ന പ്രിസിഷൻ എന്ന് പറയുന്ന ടേമാണ്. പ്രിസിഷൻ എന്താണ്? പ്രിസിഷൻ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ ഒരു ഒരു സീൻ നമ്മൾ കൊണ്ടുവരുന്നു. അതായത് ഒരു പേന, ആ പേനയുടെ നീളം നേരത്തെ നമ്മൾ 13.2 എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ നോക്കുക 13.212 13.212 3 ദശാംശ സ്ഥാനങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ടാണ് അവിടെ മെഷർമെന്റ് കിട്ടിയത്. ഇത് നമ്മുടെ സാധാരണ മീറ്റർ സ്കെയിൽ കൊണ്ടാവുന്നാൽ നമുക്ക് ഈ പറഞ്ഞ മെഷർമെന്റുകളല്ലാതെ ഒരിക്കലും ഇത്രയും ദശാംശ സ്ഥാനങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ആ മെഷർമെന്റ് കിട്ടത്തില്ല. എന്നാൽ ഒരു ഡിവൈസ് ഉണ്ട്, അത് വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന ഡിവൈസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു സെന്റിമീറ്ററിന്റെ 10 അതായത് 0.01 സെന്റിമീറ്റർ വരെ നമുക്ക് അളക്കാൻ പറ്റും. 0.01. അപ്പൊ അങ്ങനത്തെ ഒരു മെഷർമെന്റും ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്കെയിലും ഉണ്ട്. വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന ഒരു സ്കെയിലും കൊണ്ട് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കിവിടെ 13.51 അല്ലെങ്കിൽ 13.22 2 ദശാംശ സ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അതേപോലെ മറ്റൊരു മെഷർമെന്റ് ഉണ്ട്, മറ്റൊരു ഡിവൈസ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന മെഷർമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ്. അതുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് 0.001 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെന്റിമീറ്ററിന്റെ 100ൽ1 ഭാഗം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്കെയിൽ കൊണ്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ മെഷർമെന്റ് 13.512 13.232 ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ 3 ദശാംശ സ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പേനയുടെ ട്രൂ വാല്യൂ എത്രയാണോ അത്രത്തോളം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ മെഷർമെന്റുകളെല്ലാം ആക്യുറേറ്റ് മെഷർമെന്റുകളാണ്, ഒരുമാതിരി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന മെഷർമെന്റാണ്. അതായത് 13.212 എന്ന് പറയുന്ന മെഷറിനോട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് 13.2 13.22 13.232. പക്ഷെ ഇതിനകത്ത് പ്രിസിഷൻ കൂടുതലായിട്ടുള്ള മെഷർമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. അതായത് എത്ര ദശാംശ സ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മെഷർമെന്റ് എടുക്കാൻ സാധിക്കും എന്ന് കാണിക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ളത്. അതായത് എന്താണ് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ
ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ഈ മെഷർമെന്റിന് ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു റെസല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദശാംശ സ്ഥാനങ്ങളുടെ ഒരു ലിമിറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ലിമിറ്റിനെ നമ്മൾ കാണിക്കുന്ന ഒരു ടേമാണ് പ്രിസിഷൻ. അപ്പൊ ഇവിടെ ഇത് മീറ്റർ സ്കെയിൽ കൊണ്ട് എടുക്കുന്ന മെഷർമെന്റ് ആണ്. ഇത് മീറ്റർ സ്കെയിൽ. ഇത് വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് കൊണ്ട് എടുക്കുന്ന ഒരു മെഷർമെന്റ് ആണ്. അതുപോലെ തന്നെ സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന മറ്റൊരു ഡിവൈസ് കൊണ്ട് എടുക്കുന്ന ഒരു മെഷർമെന്റ് ആണ് ഇത്, സ്ക്രൂ ഗേജ്. അപ്പൊ ഇതിനകത്ത് ഈ മെഷർമെന്റ് ആയിരിക്കും ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ളത്. കാരണം അത്രയും 3 ലിമിറ്റ് വരെ, അതായത് ദശാംശ സ്ഥാനങ്ങൾ 3 സ്ഥാനം വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതില് ഈ മെഷർമെന്റ് ഇല്ല, ഈ ഒരു മെഷർമെന്റ് ഉള്ളെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിലും നിങ്ങൾ ആക്യുറസി പറയുമ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ഒരുപക്ഷെ ഇതോ ആയിരിക്കാം. പക്ഷെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെന്റ് എന്താണ്? ഇതാണ്. എത്ര ദശാംശ സ്ഥാനങ്ങൾ വരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം, അതായിരിക്കും ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിചാരിക്കുന്ന പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്നുള്ളതാണ്. അങ്ങനല്ല. പ്രിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു മെഷർമെന്റിനെ എത്ര റെസൊല്യൂഷൻ വരെ, ഏത് ലിമിറ്റ് വരെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അളവാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. പ്രിസിഷൻ എപ്പോഴാണ് കൂടുന്നത്? അത് നമ്മൾ ഉടനെ ചിന്തിക്കും. നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ടേം പഠിക്കാൻ പോവുകയാണ്. അപ്പൊ പ്രിസിഷൻ കൂടുതലുള്ള മെഷർമെന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനകത്ത് 3 മെഷർമെന്റുകൾ ഉണ്ടെങ്കിൽ ദശാംശ സ്ഥാനങ്ങൾ എത്ര കൂടുതലുണ്ടോ അത്രയും കൂടുതലുള്ള മെഷർമെന്റുകളായിരിക്കും കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെന്റുകൾ. അപ്പോൾ പ്രിസിഷന് നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഇറ്റ് ഷോസ് ദ ലിമിറ്റ് ഓർ റെസൊല്യൂഷൻ അപ് ടു വിച്ച് എ മെഷർമെന്റ് ക്യാൻ ബി ടേക്കൺ ആക്യുറേറ്റ്ലി. വളരെ ആക്യുറേറ്റ് ആയിട്ട് ഒരു മെഷർമെന്റിനെ എത്ര ലിമിറ്റ് വരെ എടുക്കാം എന്നുള്ളത് കാണിക്കുന്ന ഒരു ടേമാണ് എന്തെന്ന് പ്രിസിഷൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പഠിക്കുന്ന ടേം ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ടേമാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ മീറ്റർ സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ് എന്ന് പറയുന്നത് 0.1 സെന്റിമീറ്റർ. ഒരു സെന്റിമീറ്ററിന്റെ 10 ഭാഗം, അതായത് ഒരു മില്ലിമീറ്റർ ആണ് 0.1 സെന്റിമീറ്റർ. എന്നാൽ വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന ഡിവൈസ് കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ് എന്ന് പറയുന്നത് 0.01 സെന്റിമീറ്റർ ആണ്. 0.01 സെന്റിമീറ്റർ. അടുത്തത് ഒരു സ്ക്രൂ ഗേജ് കൊണ്ട് അളക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് 0.001 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കൊണ്ട് അളക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ് ഏതാണോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട് ഓഫ് ദാറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട്, the smallest value that can be taken അല്ലെങ്കിൽ that can be measured using an instrument. ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ, അതിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ that can be measured using a measuring instrument. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കൗണ്ട്, ഏറ്റവും ചെറിയ മെഷർമെന്റ്. അത് ഒരു മീറ്റർ സ്കെയിലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലീസ്റ്റ് കൊണ്ട് 0.1 സെന്റിമീറ്റർ ആണ്. വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൊണ്ട് തുറന്ന് 0.01 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ സ്ക്രൂ ഗേജിൻ്റെത് എന്താണ് 0.001 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കേണ്ട ഇതാണ്, ലീസ്റ്റ് കൗണ്ട് കൂടുന്നതിനനുസരിച്ച് പ്രിസിഷൻ എന്തോ ചെയ്യും, കൂടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതി വെക്കണം. ആസ് ദ ലീസ്റ്റ് കൗണ്ട് ഇൻക്രീസസ്. ലീസ്റ്റ് കൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ലീസ്റ്റ് കൗണ്ട് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് കൗണ്ടിന്റെ എത്രയും ചെറിയ മെഷർമെന്റ് എടുക്കാം, എത്രയും ചെറിയ മെഷർമെന്റ് ആ ലീസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ആ മെഷർമെന്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് കൊണ്ട് എടുക്കാം, ഏറ്റവും ചെറിയ മെഷർമെന്റ്. അപ്പൊ ലീസ്റ്റ് കൗണ്ട് ഇൻക്രീസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ലീസ്റ്റ് കൗണ്ട് ഡിക്രീസ് ചെയ്യും. ലീസ്റ്റ് കൗണ്ട് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറുതാണ്, മനസ്സിലായി? അപ്പൊ ഇത് 0.1 സെന്റിമീറ്റർ മെഷർമെന്റ് അളവ് വെച്ച് പറയുവാണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് കുറയുന്നത് ഇത് 0.1 സെന്റിമീറ്റർ, ഇത് 0.01 സെന്റിമീറ്റർ, 0.001 സെന്റിമീറ്റർ. അപ്പൊ ലീസ്റ്റ് കൗണ്ട് ഡിക്രീസ് ചെയ്യും. As the least count decreases, the precision increases. Precision എന്ത് ചെയ്യുന്നു, കൂടും. ലീസ്റ്റ് കൗണ്ടിന്റെ വില കുറയുന്നതിനനുസരിച്ച് പ്രിസിഷന്റെ വില കൂടും. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.